നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ വൻ ട്വിസ്റ്റ്. വി.എസ്. ജോയിയെ വെട്ടി കളത്തിലേക്ക് ആര്യടൻ ഷൗക്കത്ത്. പിന്നിൽ നിന്നും കരുക്കുകൾ നീക്കുന്നത് ഷാഫി പറമ്പിൽ. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചിരുന്ന മലപ്പുറം DCC പ്രസിഡന്റ് വി.എസ്. ജോയിയെ പിന്തള്ളി ആര്യടൻ ഷൗക്കത്തിന് മുൻതൂക്കം ലഭിച്ചതാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വഴിത്തിരിവായിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതലക്കാരനുമായ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും ഷൗക്കത്തിനെ പിന്തുണക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ. നേരത്തെ V.S. ജോയിയെ സ്ഥാനാർത്ഥി ആക്കുന്നതിനോട് താല്പര്യം കാട്ടിയിരുന്ന അനിൽകുമാറിന്റെ നിലപാട് മാറ്റത്തിന് വഴിവെച്ചത് ഷാഫി പറമ്പിലിന്റെ സമ്മർദ്ദം. എന്നാൽ VD സതീഷിന്റെ താല്പര്യം V.S. ജോയിയെ മത്സരിപ്പിക്കാനാണ്. പക്ഷേ പ്രധാന നേതാക്കൾ ഷൗക്കത്തിന്റെ പേരിനോട് താല്പര്യം കാട്ടിയ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് അതിനോട് യോജിക്കുമെന്നാണ് സൂചന. ഇന്ന് എറണാകുളത്ത് വെച്ച് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പ്രധാന നേതാക്കളുമായി നടത്തുന്ന കൂടിയാലോചനയിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് എന്ന ഒറ്റപ്പേരിലേക്ക് പ്രധാന നേതാക്കൾ എത്തിയിട്ടുണ്ടെന്നാണ് സൂചന. അതുകൊണ്ട് ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥി ആകാനാണ് സാധ്യതയും. ഒരിക്കൽ കൂടി മത്സരിക്കാൻ അവസരം നൽകണമെന്ന അപേക്ഷയുമായി ആര്യടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രധാന നേതാക്കളെ കണ്ടിരുന്നു. ഇതോടെയാണ് ലീഗ് നേതാക്കൾ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യം കാട്ടുന്നത്. 60 വയസ്സിലേക്ക് എത്തുന്ന ആര്യടൻ ഷൗക്കത്തിന് ഒരു അവസരം കൂടി നൽകണമെന്നും പകരം പരിഗണിക്കുന്ന V.S. ജോയി ചെറുപ്പമായതുകൊണ്ട് ഇനിയും അവസരം ലഭിക്കുമല്ലോ എന്നുമാണ് നേതാക്കൾ ഉന്നയിക്കുന്ന വാദം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യടൻ മുഹമ്മദ് 1977 മുതൽ തുടർച്ചയായി ജയിക്കുന്ന നിലമ്പൂരിൽ നിന്ന് 2016 കോൺഗ്രസ് PV അൻവറിനോട് 10,000-ൽ പരം വോട്ടിന് പരാജയപ്പെട്ടതാണ്. അതേസമയം ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലുകളാണ് ഏറെ ശ്രദ്ധ നേടിയത്. നഗരസഭാ പരിപാടിയിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയെ പങ്കെടുപ്പിച്ചത് കോൺഗ്രസിൽ വലിയ വിവാദമായിരുന്നു. ആര്യടൻ മുഹമ്മദ് മത്സര രംഗത്ത് നിന്ന് പിന്മാറിയതോടെയാണ് നിലമ്പൂർ കോൺഗ്രസിന് നഷ്ടമായത്. 2016 അന്നത്തെ DCC പ്രസിഡന്റ് പ്രകാശൻ മത്സരിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ സീറ്റ് മോഹിച്ച ഷൗക്കത്ത് പ്രകാശിനെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപവുമുണ്ട്. അതിനാൽ പ്രകാശിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആര്യടൻ ഷൗക്കത്തിന് ഉപതിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതിനെതിരെ പ്രകാശിന്റെ കുടുംബം എതിർപ്പുമായി രംഗത്തുമുണ്ട്. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ പ്രകാശിന്റെ കുടുംബം എന്ത് നിലപാടെടുക്കുമെന്നതിൽ നേതാക്കൾക്കും ആശങ്കയുണ്ട്. ലീഗ് നേതൃത്വത്തിന്റെയും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയും പിന്തുണയാണ് ഷൗക്കത്തിന്റെ അനുകൂല ഘടകം. പാർട്ടി കീഴ്വഴക്കം പാലിച്ച് AICC ആയിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അതിനിടെ ഷൗക്കത്തിനെതിരെ ഇവിടുത്തെ മുൻ MLA കൂടിയായ PV അൻവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. അൻവറിന്റെ നിലപാട് നിലമ്പൂരിൽ നിർണായകവുമാണ്. അതറിയാവുന്ന കോൺഗ്രസ് അതുകൂടി പരിഗണിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന.